കായംകുളത്തെ സ്ഥിതി എന്താ ആൽവിനെ? കായംകുളവും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല ഫൈറ്റ് നടക്കുന്നൊരു മണ്ഡലം. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന കണക്കുകൾ പരിശോധിച്ചാൽ LDFിന് വലിയ മുൻതൂക്കം ഉള്ള മണ്ഡലമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളത്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു UDF കാൻഡിഡേറ്റ് അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. M. ലിജു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും യുവാക്കളിൽ ഏറ്റവും മികച്ച മുഖങ്ങളിൽ ഒന്നായ M. ലിജുവിനെ തോറ്റ ഒരാൾ തന്നെയല്ലേ? അതെ, അല്ല, അത് ഞാൻ പറഞ്ഞു. അത് ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മൾ മുമ്പും വോട്ടും കട്ടനിൽ ഇരുന്നപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിട്ട് നിർഭാഗ്യവാനായ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യുവ മുഖമാണ്. പക്ഷേ ഇത്തവണ ആ നിർഭാഗ്യം ഭാഗ്യമായി മറിയും എന്ന് തന്നെയാണ്. അത് ലിജു തന്നെ, ലിജുവിൻ്റെ ഭയങ്കര വികാരാധീനായ ഒരു പ്രസംഗം തന്നെ ഇതിനിടയിൽ നമ്മൾ കേട്ടിരുന്നു. തുടർച്ചയായി തോൽക്കുന്നവൻ എന്ന പേര് കേൾക്കുന്ന ഹൃദയം എന്നുറങ്ങുന്നുണ്ട്. ഇത്തവണ 3 തവണ തോറ്റു. 3 തെരഞ്ഞെടുപ്പായി. അദ്ദേഹത്തിൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട്, അദ്ദേഹം എന്ന വ്യക്തിയുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ട ഒരാളാണ് M. ലിജു. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ലിജുവിനെ പോലെ വളരെ മാന്യനായ ഒരു നേതാവ് നിയമസഭയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിയാണ്. നിശ്ചയം അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് കുറച്ചുകൂടി ഉറപ്പുള്ള, കുറച്ചുകൂടി വിജയ സാധ്യതയുള്ള ഒരു സീറ്റിൽ മത്സരിപ്പിക്കേണ്ടതല്ലയോ? അതെ, കഴിഞ്ഞ തവണ ഈ സീറ്റ് വിഭജന ചർച്ചയിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് താല്പര്യം അമ്പലപ്പുഴ തന്നെയായിരുന്നു ഇത്തവണ മത്സരിക്കാൻ. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. G. സുധാകരൻ ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ച് പുറത്തു വരുന്നു. സ്വാഭാവികമായിട്ടും അത് എങ്ങനെയെങ്കിലും അത് തൃക്കാക്കരയൊക്കെ പോലെ സീറ്റുകൾ പറഞ്ഞു കേട്ടു. അതിന് പിന്നീട് തൃക്കാക്കരയിലേക്ക് വരുന്നു. പക്ഷേ ഇതെല്ലാം ഒരു ഇക്വേഷനാണല്ലോ, ഒരു സമവാക്യത്തിൻ്റെ പുറത്താണല്ലോ ലിസ്റ്റുകൾ, കോൺഗ്രസിൻ്റെ ലിസ്റ്റ് വരുന്നതും. ഒരു അവിടെ ആരെയൊക്കെ പ്ലേസ് ചെയ്താൽ എന്തൊക്കെ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഉറച്ച വിശ്വാസം ലിജുവിലെ കായംകുളത്തേക്ക് വിട്ടപ്പോഴുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം മുമ്പ് ഒരു തവണ മത്സരിച്ചാണ് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ലിജുവിനെ അവിടെ പരിചിതമാണ് മണ്ഡലത്തിൽ. അദ്ദേഹം വന്ന് വളരെ ശാന്തമായി നന്നായി പ്രചരണം നടത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. DCC ആയിരുന്നു. അതെ, ആലപ്പുഴയിലെ DCC അധ്യക്ഷൻ കൂടെ ആയിരുന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ പരിചയപ്പെടുത്തേണ്ട ആളൊന്നും അല്ലല്ലോ. അദ്ദേഹം വളരെ സുപരിചിതനായ ആളാണ്. അപ്പോൾ സ്വാഭാവികമായി M. ലിജുവിന് ഇത്തവണ പ്രതിഭയോട് നല്ല ഫൈറ്റ് ഉണ്ടാക്കി ഒരു പക്ഷേ നല്ല തെറ്റില്ലാത്ത മാർജിനിൽ ജയിച്ച് വരാൻ കഴിയുമെന്നുള്ളതാണ് UDFിൻ്റെ ഒരു പ്രതീക്ഷയായിട്ട് അവിടെ പറയുന്നത്. ചില അവസരങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. അവിടുത്തെ ഒരു നിയോജകമണ്ഡലം സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അബദ്ധ പരാമർശങ്ങൾ തന്നെ വന്ന ശേഷം അത് അന്ന് തന്നെ വൈകുന്നേരം ലിജു തിരുത്തുകയും ചെയ്തു. ഇത് നിർഭാഗ്യകരമായ പരാമർശമാണ്. ഒരിക്കലും അയാളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അയാളെ പറഞ്ഞ് ശരിയാണെന്നോ അതിനെ ന്യായീകരിക്കാനോ ഒന്നും പോയില്ല. അത് വളരെ മോശമായ സംസാരമായി പോയി, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി. അദ്ദേഹം വീണ്ടും പ്രചരണ രംഗത്ത് വളരെ സജീവമാകുന്നതാണ് നമ്മൾ കണ്ടത്. ഏതായാലും M. ലിജുവിൻ്റെ ഇത്തവണത്തെ ഒരു ഭാഗ്യപരീക്ഷണം അത് അദ്ദേഹത്തെ തുണയ്ക്കും എന്ന് തന്നെയാണ് UDFും കോൺഗ്രസും ഒക്കെ വിശ്വസിക്കുന്നത്. കായംകുളത്ത് അവസാനം തോറ്റ CPM നേതാവ് G. സുധാകരനാണ് 2001 MMSനോട് പരാജയപ്പെടുന്നു. അതിനുശേഷം തുടർച്ചയായി CK സദാശിവൻ, അതിനുശേഷം U. പ്രതിഭ. അപ്പോൾ ഒരു ലെഫ്റ്റിന് എഡ്ജുള്ള മണ്ഡലമാണ് കായംകുളം. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ ചർച്ചയെ പോലും അടിസ്ഥാനമാക്കുന്നത്, അതെ, 2001 അവസാനം, 2001 തെരഞ്ഞെടുപ്പിലാണ് അവസാനം തോൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ പലപ്പോഴും അടിസ്ഥാനമാക്കുന്ന തദ്ദേശത്തിലെ കണക്കുകളാണല്ലോ. തദ്ദേശത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ പോലും ഈ പറയുന്ന ആലപ്പുഴയിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായെന്ന് പറയുമ്പോൾ പോലും LDFന് അപ്പർ ഹാൻഡ് ഉള്ളൊരു മണ്ഡലമാണ്. ഒരു പഞ്ചായത്തുള്ള UDF. അതെ, കായംകുളം നഗരസഭ പോയിട്ടുണ്ട്, പക്ഷേ മൊത്തം നഗരസഭ UDFിനൊപ്പമാണ്. പക്ഷേ ബാക്കി പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 5 പഞ്ചായത്ത്, അത് വലിയ മാർജിനിലാണ് LDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ. ചെട്ടിക്കുളങ്ങര 11, UDFന് 2, ഭരണികാവിൽ 14-3, പത്തിയൂരിൽ 18-3, അങ്ങനെ വലിയ മാർജിനിൽ ജയിച്ചു നിൽക്കുന്ന പഞ്ചായത്തുകളുണ്ട്. മൊത്തം ലീഡ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 5145 വോട്ടുകളുടെ ലീഡുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതല്ല വോട്ടിംഗ് പാറ്റേൺ എന്നറിയാം. പ്രതിഭ ഹരി ഒരു ജനകീയായ MLA ആണെന്ന കാര്യത്തിൽ സംശയമില്ല. M. ലിജു വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കായംകുളത്തേക്ക് വരും. തീർച്ചയായും ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം, നിർഭാഗ്യവാൻ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം. 3 തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് കുറച്ചുകൂടി സേഫായ മണ്ഡലം കൊടുക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാദ്യം തൃപ്പൂണിത്തുറയിൽ പറഞ്ഞു കേട്ടിരുന്നു, K. ബാബു മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ K. ബാബു തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ ആദ്യം അദ്ദേഹത്തോട് സംസാരിച്ചു, അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് മാറിപ്പോയി എന്ന രീതിയിലൊക്കെ ഒരു പരാമർശമൊക്കെ കാണുകയും ചെയ്തു. തീർച്ചയായും BJP വലിയ പ്രസൻസ് ഉള്ള മണ്ഡലമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ പോലും കായംകുളത്ത് മത്സരിച്ചേക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പോവുകയാണ് ചെയ്തത്. BDJS ആണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലം കൂടിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പരമ്പരാഗതമായി CPMന് വോട്ട് ചെയ്തിരുന്ന വലിയ വിഭാഗം കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല.
ആ വോട്ടുകൾ ഒരുപക്ഷെ ആ വോട്ടുകൾ CPM-ലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതോ BDJസിലേക്ക് പോകുമെന്ന് അറിയില്ല. എങ്കിൽ പോലും ഒരു ശക്തമായ മത്സരം, പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് കായംകുളം. CPM ഒക്കെ LDF ഒക്കെ വിലയിരുത്തുന്നത് അങ്ങനെ ഒരു ഏകീകരണം നടന്നിട്ടില്ല, ലെഫ്റ്റിന് അനുകൂലമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു ഏകീകരണം നടന്നിട്ടുണ്ടെങ്കിൽ കായംകുളത്ത് ഒരുപക്ഷെ അട്ടിമറി ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു നേരിയ മാർജിനെങ്കിലും പ്രതിഭാഹരി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ LDF തുടർച്ചയായി ജയിച്ച് വന്നു എന്ന് പറയുമ്പോൾ പോലും വലിയ ഭൂരിപക്ഷം, ഒരു തവണ മാത്രമേ തോന്നുന്നു 10,000-ന് മുകളിലുള്ള, ബാക്കിയെല്ലാം 5,000-ന് താഴെയോ അല്ലെങ്കിൽ 5,000-നും 10,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിലാണ് അവിടങ്ങളിലൊക്കെ ജയിച്ചത്. അപ്പോൾ ഒരു ശക്തമായ മത്സരം നടന്ന മണ്ഡലം തന്നെയാണ് കായംകുളം എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നതും ഇയാൾ സൂചിപ്പിച്ച പോലെ തന്നെ, പക്ഷേ പ്രതിഭയ്ക്ക് അല്പം മുൻതൂക്കം ഈ മണ്ഡലത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിഞ്ഞുകൂടാ ജനങ്ങൾ ഏത് നിലയ്ക്കാണ് ചിന്തിക്കാൻ പോകുന്നത് എന്ന്. നമ്മളുടെ പൊതുവായ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു വിശകലനത്തിനാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അവരെ സംബന്ധിച്ച് അവർ ആ മണ്ഡലത്തിൽ ഉള്ള അവരുടെ ഒരു പ്രസൻസ്, ആളുകളായിട്ടുള്ളൊരു ബന്ധം, സൗഹൃദം, അതിലൊക്കെ അവർ വലിയൊരു വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. കൃത്യമായ നിലപാടുകൾ പറഞ്ഞു പോകുന്നൊരു വ്യക്തി. പിന്നെ അവരെ സംബന്ധിച്ച് അവർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി, തദ്ദേശ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തിൽ വരുന്നു, ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡൻ്റായിരിക്കുന്നു. അത്തരത്തിൽ വലിയ രൂപത്തിൽ ജനങ്ങളുമായി അടുത്ത് ഇടപഴകി പ്രവർത്തിക്കുകയും ഈ കഴിഞ്ഞ 2 ടൈമിലും മണ്ഡലത്തിൽ മികച്ച രീതിയിൽ നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലക്ക് അവർക്ക് ഒരു എഡ്ജ് അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതോടൊപ്പം തന്നെയാണ് മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാർ ഏത് നിലക്കാണ് ചിന്തിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇപ്പം പറഞ്ഞ വിഷയത്തെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവർ ആ ലീഗിൻ്റെ നേതാവ് ആ നിലയ്ക്ക് ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയും പ്രതിഭ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും അവർ കണ്ണീരണിഞ്ഞ് വളരെ വൈകാരികമായി സംസാരിക്കുകയും ചെയ്യുന്ന ദീർഘനേരം ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ഈ ഇത്തരത്തിൽ ഉള്ള പരാമർശങ്ങൾ മുൻകാലങ്ങളിൽ പല തെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടിയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആലത്തൂർ അടക്കം ഉള്ള സ്ഥലങ്ങളിൽ അത് സ്ത്രീ വോട്ടർമാരെ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെയൊക്കെ ഏതൊക്കെ നിലയ്ക്ക് സ്വാധീനിക്കും എന്ന് നമുക്കങ്ങനെ. ഇപ്പം ലിജു മാപ്പ് പറയുന്നു, ആ നേതാവിനെതിരെ വളരെ വേഗത്തിൽ, തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്, നടപടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഒരു ഘടകമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. പിന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിൽ പൊതുവായി ഉള്ള CPM-ൻ്റെ സംഘടനാ സംവിധാനങ്ങളുടെ ഒരു കരുത്ത്, ശക്തി ഒക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ പ്രതിഭയെ സംബന്ധിച്ചൊരു മുൻതൂക്കം ഈ ഇപ്പം തൃത്താലയിൽ നമുക്ക് ആ നിലയ്ക്ക് പറയാൻ കഴിയില്ല എങ്കിൽ ഇവിടെ ആ നിലയ്ക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കി, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വളരെ കുറവാണ്. 1000 വോട്ടുകൾക്ക് മാത്രമാണ് കേസുകളിൽ അവിടെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞതെന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മുൻകാലങ്ങളിലെയും സ്ഥിതി അത് തന്നെയാണ്, സമാനമായ സ്ഥിതി തന്നെയാണ്. ഇത് പറയുമ്പോഴും ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ട് അതെങ്ങനെ അവിടെ സ്വാധീനിക്കപ്പെടും എന്നുള്ളത് വളരെ ശ്രദ്ധേയമാകുമെന്നാണ് എനിക്ക് കരുതുന്നത്. ഏതായാലും കായംകുളത്തിൽ നല്ല ആപ്റ്റായിട്ടൊരു സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ലിജു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒപ്പം G. സുധാകരൻ ചിലപ്പോൾ കായംകുളത്ത് UDF പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. G. സുധാകരൻ അത് അമ്പലപ്പുഴയിൽ മാത്രം ഒതുങ്ങില്ല, എഫക്റ്റ് ആലപ്പുഴ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലേക്ക് ഒതുങ്ങും, കായംകുളത്തും അത് സ്വാധീനിക്കും എന്നൊക്കെ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അത്തരം ഒരു കണക്കൂട്ടലൊക്കെ UDF-നുണ്ട്. അതൊക്കെ എങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്, അതിനെയൊക്കെ മറികടക്കാൻ LDF-ന് കഴിയുമെന്ന് കണ്ടറിയേണ്ട വിഷയമാണ്. നമുക്കത് പ്രവചിക്കാൻ സാധ്യമാണ്. പക്ഷേ UDF അത്തരം പ്രതീക്ഷകളൊക്കെ കൂടി വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ പ്രതിഭയെ പറ്റിയുണ്ടായ ചില വിവാദങ്ങൾ, അവരെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ചില വിവാദങ്ങളൊക്കെയും അവിടെ മണ്ഡലത്തിൽ സജീവമായി ചർച്ചയാക്കിയ ഒരു കാലഘട്ടം, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയം വരെ അവിടെ നിന്നിരുന്നു എന്നുള്ളതും കോൺഗ്രസ് അത് പലയിടങ്ങളിലും അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അത് ജനങ്ങളിൽ എങ്ങനെ ഇത്തരത്തിൽ സ്വാധീനിച്ചു എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. അതിനോട് എങ്ങനെ ജനം പ്രതികരിച്ചു, അല്ലെങ്കിൽ ക്രിയാത്മകമായി ആണോ, അതോ അല്ലെങ്കിൽ അതിന് അവരോടൊപ്പമാണോ അവരുടെ മനസ്സ് എന്നുള്ളതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഫലത്തിനെ നമുക്ക് ആശ്രയിച്ചിരിക്കും. ഏതായാലും വളരെ ശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളത്. UDF വലിയ ആത്മവിശ്വാസം വച്ച് പുലർത്തുന്നുണ്ട് കായംകുളം മണ്ഡലത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും ശക്തമായ പോരാട്ടം നടക്കുന്ന, സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന, കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം, അല്ലെങ്കിൽ 2 മണ്ഡലങ്ങൾ ആണ് നമ്മളെടുത്ത് പരിശോധിച്ചത്. രണ്ടിടത്ത് നമുക്ക് അങ്ങനെ ഏതെങ്കിലും നിലക്ക് പറയാൻ കഴിയുന്ന ഒരു ഘടകമല്ല. ആൽവിൻ, എന്താണ് ഈ കായംകുളത്തേക്ക് നമ്മളെത്തുമ്പോൾ അവിടെ BJP-യുടെ ഒരു നില, അല്ലെങ്കിൽ BDJs ആണ് അവിടെ സ്ഥാനാർത്ഥി, NDA-യുടെ ഒരു നില എങ്ങനെയാണ്? BJP-യുടെ ഇപ്പോൾ രാജേഷ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഏതാണ്ട് 24% വോട്ടുകളാണ്
അവിടുന്ന് സമാഹരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 32.8% വോട്ടുകൾ അവിടെ ബി ഡി ജെ എസ് CPM-ന് കിട്ടേണ്ട, ഇടതുപക്ഷത്തിന് കിട്ടേണ്ട ഈഴവ വോട്ടുകൾ വരുമോ ഇല്ലയോ? അത് ഇത്തവണ BDS-ന്റെ വോട്ടുകൾ എന്താവും എങ്ങനെയാവും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. BDS തുഷാർ വെള്ളാപ്പള്ളി ക്ലെയിം ചെയ്ത സീറ്റും കൂടിയായിരുന്നു. അതെ. പക്ഷേ BDS-ന് ഇത്തവണ എങ്ങനെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും കായംകുളത്തെ ഫലവും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശോഭാ സുരേന്ദ്രൻ ഇടക്കാലത്ത് വളരെ സജീവമായിട്ട് കായംകുളത്ത് ഇടപെട്ടിരുന്നു. മാത്രമല്ല BJPക്ക് മൊത്തത്തിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തി. സുരേഷ് ഗോപി അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവനകളൊക്കെ നോക്കിയാൽ മതി. എയിംസിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ സ്ഥലം ആലപ്പുഴയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ല BJPയുടെ ഒരു ഫോക്കസ് ആയിരുന്നു. അല്ല, ഈ മണ്ഡലത്തിൽ നമ്മളിപ്പോൾ രാകേഷ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ ഒരു വ്യക്തിപ്രഭാവം ഇതിൻ്റെ അകത്ത് അവർ പോയി മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം വോട്ടുനില ഉയർത്തി വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. കാരണം 2004 അവർ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ K മുരളീധരനെ AC മൊയ്തീനും മത്സരിച്ച 2004 ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് അവർ മത്സരിക്കുന്നത്. അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായി BJPയുടെ വോട്ട് വടക്കാഞ്ചേരിയിൽ 10,000-ന് മുകളിൽ വന്ന ആ തെരഞ്ഞെടുപ്പിലാണ്. അങ്ങനെ മത്സരിച്ചിടത്തൊക്കെ വോട്ട് കൂട്ടിയ ചരിത്രം ശോഭാ സുരേന്ദ്രനുണ്ട്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ തവണ കായംകുളത്തേക്ക് മത്സരിക്കും. പല റിപ്പോർട്ടുകൾ വന്നതാണല്ലോ മത്സരിച്ചേക്ക് വന്നത്. പക്ഷേ BDJS ആ സീറ്റിന് വേണ്ടി ക്ലെയിം ചെയ്തിരുന്നു. അതുകൊണ്ടാണോ ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടേക്ക് മാറിയതെന്ന് അറിയില്ല. പക്ഷേ പാലക്കാട് കുറേ കാലങ്ങളായി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന സീറ്റാണ്. 2016-ൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴാണ് അവിടെ ആദ്യമായി BJP ലെഫ്റ്റിനെ പിന്തള്ളി CPM-നെ പിന്തള്ളി 2ാം സ്ഥാനത്തേക്ക് വരുന്നത്. ഇത്തവണ വീണ്ടും മത്സരിക്കുന്ന പാലക്കാട്. അതുകൊണ്ടാണ് കായംകുളത്തേക്ക് വരാത്തതെന്ന് അറിയുന്ന വിഷയമല്ല. പക്ഷേ തീർച്ചയായും BJP കഴിഞ്ഞ കാലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മണ്ഡലമാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് കായംകുളത്ത് തന്നെ വോട്ടെടുത്ത് നോക്കിയാൽ അത് വ്യക്തമാവും. പക്ഷേ ആ വോട്ട് BDJS നിലനിർത്താൻ കഴിയുമോ, അതല്ലെങ്കിൽ LDF-ൽ നിന്ന് ചോർന്നു പോയ വോട്ട് തിരിച്ചു വരുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പോലെ തീർച്ചയായും നിർണായകമായിരിക്കും. ഈ പഞ്ചായത്തുകളുടെ മേൽക്കൈ LDF-നുണ്ടെങ്കിൽ പോലും കായംകുളം മുനിസിപ്പാലിറ്റി UDF-നൊപ്പമാണ്. പക്ഷേ ആ മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ബഹുഭൂരിപക്ഷ വാർഡുകൾ 21 വാർഡുകളിലും UDF-ആണ് ജയിച്ചു കയറി വന്നത്. അത് വലിയ പ്രതീക്ഷ കൂടി UDF നൽകുന്നുണ്ട്. പഞ്ചായത്തുകൾ അങ്ങനെ നിൽക്കുന്നു. ഒരു പഞ്ചായത്ത് മാത്രമാണ് കൃഷ്ണപുരം മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും നഗരസഭാ മേഖലകളിൽ UDF-ന് വലിയ മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അവരുടെ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു ആത്മവിശ്വാസമായി UDF-നുള്ളതും.